ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നത്തെ വീഡിയോസിലൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഏട്ടന് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിനും അപ്പോൾ ഒരു 5:30 ആകുമ്പോൾ പോകും, ഉച്ച വരെ ഉണ്ടാവും. അപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ രാവിലെ ദോശയൊക്കെ വെച്ച് തലേന്ന് നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ടേനും രാത്രി ഗോതമ്പ് ദോശയും സാമ്പാറും വേനും. നമ്മളങ്ങനെ ഉച്ചയ്ക്ക് മാത്രമേ അരി ഭക്ഷണം കഴിക്കുള്ളൂ, രാത്രി അങ്ങനെയൊന്നും അരി ഭക്ഷണം കഴിക്കില്ല. രാത്രി ചപ്പാത്തിയോ പൂരിയോ ദോശയോ അങ്ങനത്തെ എന്തെങ്കിലും ആക്കൽ. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് രാത്രി സാമ്പാർ വറുത്തരച്ചിട്ട് സാമ്പാർ വെച്ചതുകൊണ്ട് പിറ്റേന്ന് രാവിലെ അത് തന്നെ കൂട്ടി. നമ്മൾ പിന്നെ ഉഴുന്ന് വീട്ടിൽ അരച്ചിട്ടൊന്നും അതങ്ങനെ പൊന്തുന്നില്ല. അപ്പോൾ നമ്മൾ ഉഴുന്ന് മാവ് പുറത്തുനിന്ന് വാങ്ങുകയോ ചെയ്തത്. പിന്നെ ഏട്ടന് 2 ദോശ ചുട്ട് കൊടുത്ത് ഏട്ടന് കൊടുത്ത് വിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കള വൃത്തിയാക്കാനുണ്ടേനും തലേന്നത്തെ പാലുണ്ടേനും അത് ചൂടാക്കി വെച്ച് കുട്ടിക്ക് കൊടുക്കേണ്ടിയിട്ട് കുറച്ച് കൽക്കണ്ട് ഇട്ടിട്ട് മാറ്റി വെച്ച് പിന്നെ നേരെ അടുക്കള വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കയറി. അത്യാവശ്യം നല്ലോണം വൃത്തികേടായിട്ടുണ്ടേനും. പിന്നെ സാമ്പാർ വറുത്തരച്ച് വെച്ചുകൊണ്ട് തേങ്ങയെല്ലാം ആ ഗ്യാസിൻ്റെ അടിയിലെല്ലാം വെന്ത് നിൽക്കുന്നുണ്ടേനും. പിന്നെ ദോശയാക്കുമ്പോൾ ദോശ ചൂടുമ്പോൾ ദോശേൻ്റെ മാവെല്ലാം മറിഞ്ഞിട്ടുണ്ടേനും. ദോശ നമ്മൾ പിന്നെ ഇത് ഉഴുന്നിൻ്റെ ദോശ അരച്ച് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് എന്തിട്ടും പൊന്തുന്നില്ല, വെള്ളയപ്പത്തിനാക്കിയിട്ടും പൊന്തുന്നില്ല, ഉഴുന്ന ദോശയൊക്കെ അരച്ചിട്ടും പൊന്തുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് ദോശ അങ്ങനെ ഉഴുന്ന ദോശ കൂട്ടാനായിട്ട് ആഗ്രഹം വന്നപ്പോൾ മാവ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്തേ. അങ്ങനെ നമ്മൾ അങ്ങനെ വാങ്ങിയിട്ട് ആക്കുകയും ചെയ്തിന്. പിന്നെ കുറേ വൃത്തിയാക്കാനുള്ളതുകൊണ്ട് അങ്ങനെ മെല്ലനെ വൃത്തിയാക്കി എടുക്കണം. മോൻ ഉറങ്ങുന്നതുകൊണ്ട് മെല്ലനെ പണി അങ്ങ് നടന്ന്. അങ്ങനെ ഞാൻ കുറച്ചെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി വന്ന് പിന്നെ വേസ്റ്റ് ഇടാനുണ്ടേനും. അപ്പോൾ വേസ്റ്റ് എല്ലാം സഞ്ചിയിലെല്ലാം എടുത്ത് കെട്ടി വെച്ച് വേസ്റ്റ് വണ്ടി വരുന്ന സൗണ്ട് കേട്ടിന്. അതുകൊണ്ട് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ച് അങ്ങനെ വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പാത്രമെല്ലാം കഴുകി വെച്ച് ചായയും കുടിച്ചിട്ട് പാല് കാച്ചി രാവിലെ 7:30 പാൽ കാച്ചിട്ട്. അപ്പോൾ പാല് കാച്ചി തലേന്നത്തെ പാല് രാവിലെ കാച്ചി വെച്ചിട്ട് കുറച്ച് കൽക്കണ്ട് ഇട്ടിട്ട് കുട്ടിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ എന്നിട്ട് ഇന്നത്തെ പാല് കാച്ചി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ഓന് അമൃതം പൊടിയോ അല്ലെങ്കിൽ പാൽ വെള്ളമോ അങ്ങനത്തെ എല്ലാം എന്തെങ്കിലും കൊടുക്കുകയോ ചെയ്യാം. നമ്മൾ അങ്ങനെ ചായ ആയിട്ട് കുടിക്കലൊന്നുമില്ല. ചിലപ്പം കട്ടൻ ചായ കുടിക്കും, പിന്നെ ഗ്രീൻ ടീ കുടിക്കും, അല്ലെങ്കിൽ ചായ കുടിക്കും പഞ്ചസാര ഇടാണ്ട്. അങ്ങനെ അത് കാച്ചി വെക്കുമ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് ബീട്രൂട്ട് വറുക്കാന്ന് വെച്ചാൽ സാമ്പാറും ബീട്രൂട്ട് വറുവും കൂട്ടുകറിയും കൂടെ വെക്കാമെന്ന് വെച്ച്. അങ്ങനെ ബീട്രൂട്ട് തോലെല്ലാം കളഞ്ഞിട്ട് ചിരണ്ടി വെക്കുന്നുണ്ട്. പിന്നെ കടല രാത്രി പൊതുക്കാൻ മറന്നുപോയതുകൊണ്ട് രാവിലെ 4 മണിക്ക് എണീച്ചാലും കടലയ്ക്ക് വേഗം പുതിർത്ത് വെച്ച്. പിന്നെ അതാകുമ്പോൾ ഒരു 11-11:30 ആകുമ്പോൾ ഏതായാലും ഏട്ടന് ഒരു 1:30 ആകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരും. പിന്നെ അങ്ങനെ ഒരു 11:30-11:45 ആകുമ്പോൾ കൂട്ടുകറിയാക്കാന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കൂടി പൊതിർന്നോട്ട് വെച്ചിട്ട് കടലൊക്കെ പൊതുക്കാൻ വെച്ച് അങ്ങനെ ചിരണ്ടിയിട്ട് ഞാൻ പിന്നെ വറവാക്കുന്നുണ്ട്. വറവാക്കി കഴിഞ്ഞിട്ട് ഒരു 11 മണിയെല്ലാം ആകുമ്പോഴാണ് എന്താ വെച്ചേ കൂട്ടുകറി വെച്ച് ആയ സമയത്ത് തന്നെ ചോറും വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ചോറ് എടുത്ത് വെച്ചിട്ടാകുമ്പോൾ തണുത്ത് പോകും. ഇവിടുന്ന് നല്ല തണുപ്പായതുകൊണ്ട് വേഗം ചോറ് തണുത്ത് പോകും. അതുകൊണ്ട് ആ ഒരു ഉച്ചയെല്ലാം ആ ഭക്ഷണം കഴിക്കേണ്ട ആ ഒരു മണിക്കൂർ മുന്നേ അങ്ങനെ ഉണ്ടാക്കൽ. ഒരു 10-15 മിനിറ്റത്തെ വേവ് മാത്രമേ ഉള്ളൂ അരിക്ക്. അതുകൊണ്ട് എത്ര ഇതാക്കിയാലും ഒരു 12 മണിക്ക് ഇട്ടിട്ടുണ്ട്. 12 മണിക്ക് അരി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 12:15 ആകുമ്പോൾ വാർക്കുക. ഞാൻ നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള സദ്യക്കെല്ലാം ഉണ്ടാകുന്ന കല്യാണത്തിനെല്ലാം ഉണ്ടാകുന്ന ആ ഒരു സ്റ്റൈലിൽ ആ ഒരു രീതിയിൽ പിന്നെ കൂട്ടുകറി വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. എപ്പോൾ വെക്കുമ്പോൾ അങ്ങനെ വിചാരിക്കുക. പക്ഷേ അത്രത്തോളം ആകില്ലെങ്കിലും ഒപ്പിക്കുന്ന വിധത്തിലാകലുണ്ട്. തേങ്ങാക്കൊത്തെല്ലാം നല്ല ഇതായിട്ട് ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഒരുമിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാനത് ചേനയും പച്ചക്കായും കടലയും അങ്ങനെ ആക്കുകയില്ല. കടല വേവിച്ചിട്ട് ലാസ്റ്റത്തെ ഒരു ഏകദേശം വെന്തുണ്ടാകുമ്പോൾ 2-3 വിസിലിന് മുന്നേ പച്ചക്കായും ചേനയും കൂടി ഇട്ടിട്ട് കുക്കർ തന്നെ വേവിച്ചെടുക്കണം. അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് കടല വേറെ പച്ചക്കായും ചേനയും വേറെ അങ്ങനെ വേവിച്ചെടുക്കില്ല, അതിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുക്കൽ. അങ്ങനെ ഞാൻ കടല ഇട്ട് കഴിഞ്ഞിട്ട് കടലൊക്കെ ഒരു 10-15ഓളം വിസിലെങ്ങാനും ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റത്തെ നോക്കിയപ്പോൾ ഏകദേശം ആയപ്പോൾ ഞാനൊരു 2-3 വിസിലിനും കൂടിയിട്ട് അത് വേകാൻ വെച്ച്. അപ്പോഴത്തേക്ക് ഞാൻ കടല വേകുന്നതിന് മുമ്പിട്ട് ഞാൻ തന്നെ തേങ്ങ കൊത്താക്കിയിട്ടുണ്ടേനും. പിന്നെ തേങ്ങയെല്ലാം വറുത്തിട്ട് ഇടാനും ചതച്ചിട്ട് ഉള്ളീൻ്റെ കൂടെ ചതച്ചിട്ടെല്ലാം ഇടേണ്ടതുകൊണ്ട് തേങ്ങ കൊത്ത് വേഗം തന്നെ മാറ്റി വെച്ചിട്ട് തേങ്ങ ചിരണ്ടി വെച്ച് അങ്ങനെ ചേനയും പച്ചക്കായും കൂടി അവസാനം കടലേൻ്റെ കൂടെ ഇട്ടിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കുത്തി എടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും പിന്നെ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് കുരുമുളകും ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. അതിൻ്റെ ചെറുങ്ങനെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പച്ച മണമെല്ലാം മാറേണ്ടിയിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ കൂടെ നല്ല ഇളക്കി വെച്ചിട്ട്
എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചോറായിട്ടുണ്ടേനും ഏകദേശം ഒരു 12:30 എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ 12 മുക്കാൽ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചോറായിട്ട് ഞാൻ വേഗം തന്നെ ചോറ് വറുത്ത് ഇനിയും കൂട്ടുകറിൻ്റെ ബാക്കി പണിയുണ്ട്. വറുത്തിട്ടെല്ലാം ഇടണം. ആദ്യം വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്ത് നല്ലോണം വറുത്തെടുത്ത് കുറച്ച് ബ്രൗൺ കളർ ആകുന്നേരം വറുത്തെടുത്ത് ഇങ്ങനെ ഒരു കളറായിട്ട് തേങ്ങാക്കൊത്ത് നമ്മൾ തിന്നുമ്പോൾ കടിക്കുമ്പോൾ നല്ല രസമുണ്ടാകും. അപ്പോൾ അതൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്കാണ് ബാക്കിയുള്ള തേങ്ങ ചിരണ്ടി വെച്ചതെല്ലാം ഇട്ടിട്ട് വറുത്തെടുക്കുന്നുള്ളത്. അതിൽ തന്നെ കടുകും കറിവേപ്പിലയും കൂടിയിട്ട് വറുത്തിട്ട് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആക്കിയത് ഇങ്ങനെയാണ് ആക്കിയതുള്ളത്. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് വൈകുന്നേരം പായസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. സേമിയത്തിൻ്റെ ഡേറ്റ് കഴിയുന്നതിന് മുന്നേ വേഗം തീർക്കണം എന്നുള്ളതാണ് പായസം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള വീഡിയോസ് എല്ലാം വീഡിയോ കണ്ടു നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക്